ആരാ വിളിച്ചുന്നേ? എന്റെ ടപ്പമ്മേ, എന്റെ ടപ്പമ്മേ, എഴുന്നേക്ക്, 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 ബാ. പൊന്ന എഴുന്നേറ്റേ കുഞ്ഞോ, എഴുന്നേക്ക്, ബാ, മാമി പാപ്പം തരാം, ബാ. രാത്രിയാണ് ഇവനാണ് ആ വണ്ടി കൊണ്ട് ഉറങ്ങി. പിന്നെ ആ ടയർ കണ്ടിട്ടില്ല. പാപ്പം വേണോ? പാപ്പ വേണോ? ബാ. കളിക്കാൻ കൊടുക്കാന്ന് പറഞ്ഞ കൈ അതിനകത്ത് ഇട്ടതാ. പാപ്പണോ? ഈ വണ്ടി എവിടെ കൊണ്ടിട്ടടാ? ഇട്ടോ മമ്മി പൊട്ടിച്ചു പൊട്ടിച്ചു തരാമെന്ന്. കൊടുത്തരാമോ? ചെല്ല് ചെല്ല് രാമോ. വേണ്ട വേണ്ട, ഓ വേണ്ട. നടക്കും. മാമി അവന് തന്നെത്താനെ ഓർമ്മ തന്നെത്താനെ ഓർമ്മ തിന്നുവേ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്നേ, ഞാൻ കുട്ടിയുടെ അടുക്ക കയറി ഇവിടുന്ന് ഒരു സ്പെഷ്യൽ സാധനം കിട്ടി, കാണിക്കട്ടെ. ലവലോലിക്ക ഉപ്പിലിട്ടതാ കേട്ടോ. മമ്മി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ലവലോലിക്ക ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്, വെള്ളക്കാന്താരിയും കൂടെ ഇട്ടേക്കുന്നത് കേട്ടോ, തരാന്ന്. പിന്നെ കുറച്ച് പഴം തന്നെ, അത് ഇച്ചിരി പഴുക്കാനുണ്ട്. പിന്നെ എന്താ, മോനിക്കുട്ടൻ ട്യൂഷന് പോയേക്കുന്നു. ഇന്ന് 5:30 ട്യൂഷൻ തുടങ്ങി. ട്യൂഷന് പോയി, ഇനി പോയി വിളിച്ചാൽ മതി. ഇന്ന് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന 2 പേരെ കണ്ട് കേട്ടോ, വന്ന് മിണ്ടിയിട്ടൊക്കെ പോയി. ഒന്നൊരു എന്താ പറയുന്ന ഒരു ഉമ്മായാണ്, പേര് ചോദിച്ചില്ല കേട്ടോ. പിന്നൊരു എന്താ പറയുന്നത്, പിന്നെ ഒരു ചേച്ചിയും കൂടെ വന്ന് മിണ്ടിയിട്ടൊക്കെ പോയി. പിന്നെ എന്താ വേറെ വിശേഷം, ഇന്ന് പകലത്തെ വിശേഷങ്ങൾ അതൊക്കെയാണ്. ഇന്ന് നമുക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോയി മോനിക്കുട്ടനെ വിളിച്ചോണ്ടൊക്കെ വന്നിട്ട്, ഇന്ന് പണിയില്ലായിരുന്നു കേട്ടോ. ഇന്ന് നമുക്കിവിടെ ഗ്രില്ലിടുമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇന്ന് പണിയില്ലായിരുന്നു. ഇവിടെ നേരം വെളുക്കുന്നുടനെ കറണ്ട് ഓഫ് ചെയ്യും, പിന്നെ ഏതെങ്കിലും സമയത്താണ് വരുന്നത്. അപ്പോൾ അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ അവർ അങ്ങോട്ട് പോയി. അതുകൊണ്ട് ഇനി നാളെ അവർ പണി ചെയ്യാൻ വരത്തുള്ളേ. അപ്പം എന്താ പറയുന്നത്, അടുക്കളയിൽ ഇന്ന് അമ്മ ചോറ് വെച്ചിട്ടുണ്ട്, മീൻ വറക്കാൻ കുറച്ചുകൂടി ഇരിപ്പുണ്ട്. പിന്നെ ഇന്ന് എനിക്ക് ലവലോലിക്കാൻ മതി, വേറെ ഒന്നും വേണ്ട. സാമ്പാർ ഇരിപ്പുണ്ട് കേട്ടോ, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വയ്ക്കുന്നില്ലേ. പിടിപിടി ജോലികളൊക്കെ തീർക്കാനുണ്ട്, അതൊക്കെ തീർത്തിട്ട് മോനിക്കുട്ടനെ വിളിച്ചുകൊണ്ട് വരാം. ലോങ് വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, സമയമില്ലായിരുന്നു. അപ്പം അതെല്ലാം കൊടുത്ത് റെഡിയാക്കാനുണ്ട്, ചെക്ക് ചെയ്യാനുണ്ട്, അല്ലാതെ കുറച്ച് ജോലികളുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളാണ്. ഒന്ന് പാക്കിംഗ് കവറാണ് കേട്ടോ. പാക്കിംഗ് കവർ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിക്കുന്നത്.
അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്നുള്ള ചിലവുകളാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, റീസെല്ലിങ് ചെയ്യുന്ന സമയത്ത് ഓൺലൈൻ ആകുമ്പോൾ എല്ലാവരും പറയും ലാഭം എടുക്കുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. എൻ്റെ കാര്യമല്ല പറഞ്ഞത്, എന്നോട് അങ്ങനെ ആരും പറഞ്ഞില്ല. എന്നാലും പക്ഷേ അത് നമുക്കിപ്പോൾ ഒരു കൊറിയർ അയക്കണമെന്നുണ്ടെങ്കിൽ കൊറിയർ ബാഗ് ഉൾപ്പെടെയുള്ള ചിലവുകൾ നമ്മുടെ ഈ ഒരു ഇതിനകത്ത് പോകും എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. എൻ്റെ കാര്യമല്ല പറഞ്ഞത് കേട്ടോ, മൊത്തത്തിലുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഇതിപ്പം 200 എണ്ണം ഉണ്ട്. 200 എണ്ണം ഞാൻ ഒന്നിച്ചിങ്ങ് മേടിച്ചതാണ്. പിന്നെ ചെറിയ പാക്ക്, ഓരോ 1ഉം 2ഉം പീസൊക്കെ അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള കവറാണ്. അത് എന്താ, ഇതിപ്പോൾ 200 എണ്ണം ഉണ്ട്. ഈ 200 എണ്ണത്തിന് 638 രൂപയാണ്. ഓഫറാണ്, അതിൽ കൂടുതലാണ് വില വരുന്നത്. പിന്നെ റേറ്റ് കുറച്ച് വേറെ വല്ലയിടമൊക്കെ കിട്ടുമോയെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്നുള്ള ചിലവുകളാണ്, നമുക്കിതിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നുള്ള ചിലവുകളാണ് ഇതൊക്കെ. പിന്നെ ഇതൊരു വൈറ്റ് കളർ കർട്ടനാണ് ഞാൻ ഇത് വാങ്ങിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ല, അവിടെ നമുക്ക് വൈറ്റ് കളേഴ്സ് ഉപയോഗിക്കണമെന്നാണ് ആഗ്രഹം. കാരണം അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയലിൻ്റെ ഒക്കെ കളർ ഡിഫറൻസ് ഒരുപാടാവും. വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നമില്ല. നമ്മുടെ എന്താ ടേബിളിലാണെങ്കിലും ഫോട്ടോ എടുക്കുമ്പോഴാണെങ്കിലും നമ്മുടെ വൈറ്റ് ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണിക്കത്തില്ല. പിന്നെ ലൈറ്റിങ്ങിൻ്റെ വല്ലതും ചെറിയ ഒരു ഇതേ കാണത്തുള്ളൂ. പക്ഷെ വേറെ കളേഴ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ വേറെ കളറായിപ്പോൾ നമ്മൾ കാണിക്കുന്ന മെറ്റീരിയൽ. അപ്പം അവിടെ ഒരു കർട്ടൻ ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അത് വൈറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം എന്നാൽ ഞാൻ ചെറിയ ജോലികളൊക്കെ തീർത്തിട്ട് എളുപ്പം കുളിച്ച് ജപിച്ച് പോയി മോനിക്കുട്ടിനെ വിളിച്ചോണ്ട് വരട്ടെ. ഇതാണ് നമ്മുടെ ഇന്ന് വന്ന നൈറ്റി കളക്ഷൻസ് ആട്ടോ. എക്സലും ഉണ്ട്, 2XL ഉണ്ട്. പിന്നെ അമ്മച്ചിമാരുടെ പ്രായമായവർക്ക് വേണ്ടിയിട്ട് ലാർജ് സൈസിലെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് പീസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഇന്ന് വന്ന് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. ഇതെല്ലാം മുറിക്കകത്ത് ഈ ഇരിക്കുന്നതെല്ലാം പാക്ക് ചെയ്യാനും ഫോട്ടോസ് അയച്ചു കൊടുക്കാനും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഇത് തന്നെ ഞാനിന്ന് വാങ്ങിയ കർട്ടൻ പറഞ്ഞില്ലേ, വൈറ്റ് കളർ കർട്ടനാണ് അത്. പിന്നെ നമ്മുടെ പാക്കിംഗ് കവറും ഇതെല്ലാം ഇതുപോലെ ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ ജോലിയെല്ലാം കഴിഞ്ഞ് അത്താഴഊണും ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി ഇവിടെ വന്ന് ഒരു അംഗം നടത്തിയതിന് ശേഷമാണ് നമ്മളൊന്ന് ഉറങ്ങാൻ പറ്റുന്നത്. കാരണം ഇതെല്ലാം ഇന്ന് വീഡിയോ എടുത്തത് ഉൾപ്പെടെ എല്ലാം ഇവിടെ കിടക്കുക കണ്ടോ. എല്ലാം മടക്കി വെക്കണം. കുറച്ചൊക്കെ ഓർഡർ വന്നതൊക്കെ ഉണ്ട്, അതെല്ലാം എടുത്ത് വെക്കണം. മോനുകുട്ടൻ എന്നെ സഹായിക്കാൻ വന്നിരിക്കുവാണ്. കുറച്ചൊക്കെ ഞാൻ വായലയ്ക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കണം, അത് വേറെ ഒരു സത്യം. മോനുകുട്ടനോട് കാര്യം പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനാണ് ആ ജോലി ഏറ്റെടുത്തേക്കുന്നത്. ഞാനത് ചെയ്തില്ലെന്നുണ്ട് ഇവിടെ ആകപ്പാടെ അമ്മയോടും ആരും കാര്യം പറയാനില്ല, മോനുകുട്ടനോടും ആരുമില്ല. എന്നോട് പിന്നെ മോനുകുട്ടൻ എപ്പോഴും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ പറയുന്നേ, നെസ്റ്റിൻ്റെ ഇപ്പോഴത്തെ നെസ്റ്റിലെ അവസ്ഥ ഇതാണ് കേട്ടോ. നമുക്കിതെല്ലാം സൂപ്പർ ആക്കണം. പോയി മോനുകുട്ടനെ വിളിച്ചുകൊണ്ട് വന്നു, വണ്ടി കൊണ്ടുവച്ചു. അമ്മ വന്നില്ല, അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഇനി വറക്കാനുണ്ടായിരുന്നേ, അതെടുത്ത് വറുത്തു. അപ്പം അമ്മയുടെ അടുത്ത് ഒരു സ്പെഷ്യൽ സാധനം കിട്ടി, കാണിക്കട്ടെ. വാട്ടുകപ്പ വാട്ടുകപ്പ തന്നെ വെള്ളത്തിൽ ഇട്ട് കുതിർത്ത്, ഞാൻ എപ്പോഴും പറയാറില്ല തേങ്ങാപ്പീരയിട്ട്, അതാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കാന്താരി ചമ്മന്തി. പിന്നെ ഞാൻ മീനും വറുത്തു. പിന്നെ കുറച്ച് സാധനങ്ങൾ വന്ന് ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നേ, അത് ചെക്ക് ചെയ്ത് വെച്ചതേ ഉള്ളൂ, ഒന്നും എടുത്ത് വെച്ചില്ല. അപ്പം നമ്മുടെ ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് സ്റ്റോക്ക് ചെയ്യുന്നതല്ല വിഷയം, ഇതിനുള്ള സ്പേസ് ഇല്ലാത്തതാണ് വിഷയം കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടാണ് കുറേശ്ശെ എടുക്കുന്നത്. ഈ സാധനങ്ങൾ പുതിയതാണെങ്കിൽ പോലും മെറ്റീരിയൽ ആകുമ്പം, പുതിയ മെറ്റീരിയൽ ആണെങ്കിൽ പോലും അതിൽ നിന്നൊരു നൂലിൻ്റെയൊക്കെ പൊടിയുണ്ടല്ലോ, അത് ഭയങ്കര അലർജിക്കാണ് കേട്ടോ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മോനുകുട്ടനൊക്കെ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്, അത് വേറെ ഒരു സത്യം. അപ്പം മോനുകുട്ടനെ വെക്കണമെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോറുണ്ണാം. അത് സ്പെഷ്യലൊക്കെ ഇരുന്ന് ഇങ്ങനെ വിളിക്കുന്നു ബാ ബാ ബാന്ന്.
കഴിച്ചാലും. ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് സ്പെഷ്യല്. ഇത് കഴിച്ചിട്ട് ഇമ്മിണി ചോറൂടുണ്ണ. കപ്പ, വാട്ടുകപ്പ തേങ്ങാപ്പീര ഇട്ടതും കാന്താരി ചമ്മന്തി, പിന്നൊരു അയലക്കൊഴുവ വറുത്തതും. കഴിക്കട്ടെ. കഴിക്കാൻ പോവാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് സ്പെഷ്യൽ. ഒരാൾ ഇവിടെ വിളമ്പി കഴിപ്പ് തുടങ്ങി. കപ്പയും കാച്ചിലും ചേമ്പും ഒക്കെ കണ്ടാൽ വലിയ പ്രായമായ മനുഷ്യരുടെ കൂട്ട് ഇഷ്ടമാണ് മോനിക്കുട്ടന് കേട്ടോ. അത് മോനിക്കുട്ടൻ എൻ്റെ വയറ്റിൽ കിടന്നപ്പോഴേ മോനിക്കുട്ടൻ അതൊക്കെ ഇഷ്ടമായിരുന്നു. ഇഷ്ടം പോലെ. അപ്പം കപ്പയും കാച്ചിലും ചേമ്പും ഒക്കെ കഴിക്കാനായിരുന്നു അന്ന് ഇഷ്ടം. അപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇതിങ്ങനായി തീരുമെന്ന്. ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് ഇമ്മിണി ചോറും പിന്നെ ലവലോലിക്കയുണ്ട്, ലവലോലിക്കയൊക്കെ കൂട്ടി ഇമ്മിണി ചോറുണ്ണും. എന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്താം. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ, കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.